എന്നാൽ നിങ്ങൾ ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്ക്. ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കുപ്പിക്കകത്ത് നിറച്ചിട്ട് കടലിലിടുന്നില്ലേ തവക്കൽതു അലല്ലാഹ് എത്തുന്ന വാർത്തകളും വീഡിയോകളും നമ്മൾ കാണുന്നവരല്ലേ. നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളവരെ കുറിച്ച് ഓർക്കണമടോ. ആ ഫലസ്തീനിലെ ജനതകൾ അവരുടെ വീടുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കുടിക്കാനുള്ള വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ഇമാമ് പറയുകയാണ്, വിശപ്പ് കാരണം എനിക്കൊന്നും പറയാൻ പറ്റണില്ല, നമസ്കരിക്കാമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ആവശ്യത്തിന് തരുന്നുണ്ട്, തിന്നാനും കുടിക്കാനും. നമുക്കതൊന്നും തിരിയണില്ല. പട്ടിണി കിടക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ പട്ടിണി എന്താന്ന് പോലും നമുക്കറിയില്ല. പണ്ടൊക്കെ എല്ലാവരും പട്ടിണി കിടന്ന കഥയൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ പട്ടിണി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ലതുപോലെ പട്ടിണി കിടന്നിട്ടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പട്ടിണി കിടന്നിട്ടുണ്ടോ ഉസ്താദേ? ഞാൻ കിടന്നിട്ടുണ്ടെന്ന് പറയും നമ്മൾ. സത്യത്തിൽ പട്ടിണി എന്താണെന്നറിയും. ഇത് യഥാർത്ഥത്തിൽ പട്ടിണി എന്താ നമുക്കറിയില്ല. പട്ടിണി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് കഴിച്ച ആരെങ്കിലും ഉണ്ടോ?